ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൈക്ക് പെർമിഷൻ അപേക്ഷ കൊടുക്കുന്ന വിധമാണ്. നമ്മൾ മൈക്ക് പെർമിഷന്റെ മറ്റൊരു വീഡിയോ നോക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ അനൗൺസ്മെന്റ് വാഹനങ്ങൾക്ക് നമ്മളൊരു മൈക്ക് പെർമിഷൻ അപേക്ഷ കൊടുക്കുക എന്നുള്ളതിന് മുന്നേ നമ്മൾ നോക്കിയതാണ്. ആയതിനാൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റേജ് പ്രോഗ്രാമിനുള്ള മൈക്ക് പെർമിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമുള്ള ഫയലുകൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് സ്കാൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ആളുടെ ആധാർ കാർഡ്, ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സ്ഥലമാണെങ്കിൽ അതിന്റെ ഒരു ഇത് അല്ലെങ്കിൽ ഒരു കൺസെന്റ് ലെറ്റർ കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് വെക്കേണ്ടത്. അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് അക്കൗണ്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, പാസ്വേഡ് ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. മൊബൈലിലേക്ക് വരുന്ന OTP സ്വീകരിക്കുക. അതോടുകൂടി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അതിനുശേഷം ആ ഒരു മൊബൈൽ നമ്പർ, പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചതാണ്, അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ഞാനൊരു അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുകയാണ്. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് മുന്നിലുള്ള തൊട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ ആദ്യം തന്നെ അവരുടെ പ്രൊഫൈൽ ഭാഗം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇവിടെ മൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള രേഖകൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. നമുക്ക് സർവീസ് ചെയ്യുന്നതിനായിട്ട് മൈക്ക് റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിന് മുന്നേ കൊടുത്ത അപേക്ഷ ഇവിടെ കാണിക്കുന്നതാണ്. ഇവിടെ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആളുടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കാണിക്കും. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ചേഞ്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അല്ല എങ്കിൽ അതിവിടെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ, അതിനുശേഷം താഴെ വന്നു കഴിയുമ്പോൾ ആധാർ കാർഡ് ഇവിടെ കാണിക്കും. നമ്മൾ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ആധാർ നമ്പർ ഇവിടെ കാണിക്കും. ഇവിടെ അറ്റാച്ച് ID പ്രൂഫ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷകന്റെ ആധാർ കാർഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് സെയിം ആസ് പ്രസന്റ് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്നുള്ളത് ഇതൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ അല്ല ഇൻഡിവിജ്വൽ ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണോ എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ മാറ്റമൊന്നും വരുത്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അല്ല എങ്കിൽ ഇവിടെ നോ, യെസ് എന്നുള്ളത് ഡോങ്കിൾ മാറ്റി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സംഭവം മൊത്തം ഹൈഡായിട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ ഓർഗനൈസേഷന്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ മാറ്റമൊന്നും വരുത്തിക്കുന്നില്ല. അതിനുശേഷം ആ ഒരു ഓർഗനൈസേഷന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സംഘടനയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലൊക്കാലിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പോലീസ് ജില്ല ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് അത് വരുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ സേവ് ആവുന്നതാണ്. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം മൈക്ക് റിക്വസ്റ്റ് തുടങ്ങുന്ന ഡേറ്റും അവസാനിക്കുന്ന ഡേറ്റുമാണ്. അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് 15-ാം തീയതി മുതലാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 15 ടൈപ്പ് ചെയ്തു. 7 മണി മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈകുന്നേരം 7 മണി മുതൽ. അപ്പം 7 PM ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇപ്പം 6:30 PM ഞാൻ സെലക്ട് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് എൻഡിങ് ഡേറ്റ് ആണ്. എൻഡിങ് ഡേറ്റ് 27 വരെ കൊടുത്തു. അതൊരു 10 മണി വരെ കൊടുക്കുകയാണ്. അതിവിടെ 10 PM വരെ സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്തായിട്ട് എത്ര ബോക്സുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്പർ ഓഫ് ബോക്സസ് ആണ്. അവിടെ ബോക്സുകളുടെ എണ്ണം രേഖപ്പെടുത്തി കൊടുക്കുക. ഇവന്റ് നടക്കുന്ന ജില്ല ഏതാണെന്നുള്ളതാണ്. ഇവന്റ് നടക്കുന്ന ജില്ല നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പർപ്പസ് ഓഫ് റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്ത് എന്ത് തരത്തിലുള്ള റിക്വസ്റ്റ് ആണ്, പൊളിറ്റിക്കൽ ആണോ, റിലീജിയസ് ആണോ, കൊമേഴ്ഷ്യൽ ആണോ കാര്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. റിലീജിയസ് ആയതുകൊണ്ട് ഞാനിത് റിലീജിയസ് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ റിക്വസ്റ്റ് ടൈപ്പ് എന്നുള്ളത് സ്റ്റേഷനറി ഉണ്ട്, മൂവിംഗ് ഉണ്ട്. അപ്പൊ നമ്മളത് സ്റ്റേഷനറി തന്നെയാണ് കൊടുക്കുന്നത്, കാരണം സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് സ്റ്റേഷനറി ആണ് വരേണ്ടത്. അടുത്തായിട്ട് ഓണർഷിപ്പ് ടൈപ്പ് ഓഫ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ഇവിടെ പബ്ലിക് പ്ലേസ്, പ്രൈവറ്റ്, അതുപോലെ തന്നെ ഗവൺമെന്റ് 2 ഓപ്ഷനുകൾ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് പ്രൈവറ്റ് ആണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഓണർ കൺസെന്റ് ഡോക്യുമെന്റ്, പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ ഓണറുടെ കൺസെന്റ് ഡോക്യുമെന്റ് വേണം. അതവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് നമുക്ക് ഈ ഒരു മഹൽ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ കൺസെന്റ് ഫോം അല്ലെങ്കിൽ ലെറ്റർ പാഡിലുള്ള ഫോമാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തത്. ടൈപ്പ് എന്നുള്ള ഭാഗത്ത് ഓപ്പൺ സ്പേസ് ആണോ ബിൽഡിംഗ് ആണോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓപ്പൺ സ്പേസ് ഞാൻ കൊടുത്തു. ഇവിടെ നെയിം എന്നുള്ള ഭാഗത്ത് ഇതിന്റെ പേര് ഇവിടെ കൊടുക്കുക. അതിനുശേഷം സ്ട്രീറ്റ് എന്നുള്ള ഭാഗത്ത് കറക്റ്റ് സ്ഥലം നമ്മൾ കൊടുക്കുക. ഈ പരിപാടി നടക്കുന്ന കറക്റ്റ് സ്ഥലം കൊടുക്കുക. വില്ലേജ് അല്ലെങ്കിൽ സ്ട്രീറ്റ് കൃത്യമായിട്ട് കൊടുക്കുക. പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഭാഗത്ത്
പോലീസ് സ്റ്റേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്നുള്ളത് മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് സൗണ്ട് ബോക്സ് ഫ്രം ദ ആംപ്ലിഫയർ എന്നുള്ളതാണ്. അതായത് ഒരു ബോക്സിൽ നിന്നും ആംപ്ലിഫയറിലേക്കുള്ള പരമാവധി ദൂരം എത്രയാണെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. സോ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണം ഞാനൊരു 60 മീറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിന് പേ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ടു പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പേയ്മെന്റ് ഗേറ്റ്വേകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഈ ട്രഷറി ആണ്. പേയ്മെന്റ് ഗേറ്റ്വേ 1 ഉണ്ട്, ഗേറ്റ്വേ 2 ഉണ്ട്. ഞാനിപ്പോൾ ഗേറ്റ്വേ 1 തന്നെ സെലക്ട് ചെയ്തു. പ്രൊസീഡ് ഫോർ പേയ്മെന്റ് സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഒക്കെ ഉണ്ട്. ഞാൻ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. എന്റെ UPI ID വെച്ചിട്ടാണ് ഞാൻ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ UPI ആപ്പിൽ നിന്നും പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് റീഡയറക്റ്റ് ആയിട്ട് വെബ്സൈറ്റിലോട്ട് വരുന്നതാണ്. ഇവിടെ പേയ്മെന്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. യുവർ അപ്ലിക്കേഷൻ വിൽ ബി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപേക്ഷ നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞു. എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈക്ക് റിക്വസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്കിവിടെ ആ ഒരു അപേക്ഷ ഇവിടെ വന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് പുതുതായിട്ടൊരു അപേക്ഷ വന്നിട്ടുണ്ട്. അവിടെ വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇതിന്റെ സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മൈക്ക് റിക്വസ്റ്റിന് അപേക്ഷ കൊടുക്കുന്നത്.